ഇപ്പോൾ പാലക്കാട് ബി.ജെ.പിയുടെ മാർച്ചിൽ സംഘർഷമുണ്ടാവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിവിധയിടങ്ങളിൽ നമ്മളിത് കണ്ടു. കാസർഗോഡും കോഴിക്കോടും പാലക്കാടും മലപ്പുറത്തും ഒക്കെ സമാനമായ രീതിയിൽ ബി.ജെ.പിയുടെ കളക്ടറേറ്റ് മാർച്ചുകൾ നടക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അവിടേക്കും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകർ ജലപീരങ്കി ശരീരത്തിൽ അടിച്ച് മറിഞ്ഞു വീഴുന്നത്, തെറിച്ചു പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ വാഹനത്തിന് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന വാഹനത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ് BJP പ്രവർത്തകർ. വലിയ അപകടമുണ്ടാക്കുന്ന കാര്യമാണ് ഇത്. അത്ര ശക്തിയോടെ അടിക്കുകയാണെങ്കിൽ നേരിട്ട് വന്ന് ശരീരത്തിൽ പെടുകയാണെങ്കിൽ അപകടകരം ആകും. അവിടേക്കാണ് വലിഞ്ഞു കയറുന്നത്. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, പാലക്കാട്ടും വലിയ സംഘർഷം ഉണ്ടാവുകയാണ്. വലിയ പ്രതിഷേധമാണോ? എപ്പോഴാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്? അല്പസമയം മുമ്പാണ് BJP പ്രവർത്തകർ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ബാരിക്കേഡ് തള്ളിക്കയറാൻ വിശദീകരിച്ചത്. ഇതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതും പ്രകോപിതരായ പ്രവർത്തകർ നേരെ ജലപീരങ്കിക്ക് മുകളിലേക്ക് എത്തിക്കയറുകയും വാഹനത്തിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന ഗ്രിൽ തകർക്കുകയും ചെയ്തു. പോലീസ് ലാത്തി വീഴ്ച തന്നെ പ്രവർത്തകരെ ഒതുക്കുകയാണ്. അതോടൊപ്പം മറ്റു പ്രവർത്തകരൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും പ്രവർത്തകർ പക്ഷേ ഈ ഒരു പോലീസിന്റെ നടപടിയോട് അവർ വഴങ്ങുന്നില്ല. അവർ റോഡിൽ കിടന്നുകൊണ്ടൊക്കെ തന്നെ പ്രതിഷേധിക്കുകയാണ്. തങ്ങൾ പോകില്ല, തിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. പാലക്കാട് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ സമാനമായ പ്രതിഷേധം BJP സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ശബരിമല വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായുള്ള സമരത്തിന്റെ ഭാഗമായാണ് പാലക്കാട് കളക്ടറേറ്റിലേക്കും BJP പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഈ ഒരു മാർച്ച് ഉദ്ഘാടനം നടത്തിയതിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ സംഘർഷമുണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴാണ് പ്രകോപിതരായ പ്രവർത്തകർ നേരെ ഓടി ജലപീരങ്കിക്ക് മുകളിൽ കയറുകയും വലിയ പ്രതിഷേധമുണ്ടാക്കുകയും ജലപീരങ്കിക്ക് മുകളിലുള്ള ഗ്രില്ല് തകരുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് തുടങ്ങിയത്. കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോഴും സംഘർഷ സാധ്യത തുടരുകയാണ്. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനടക്കം ഇവിടെയുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഈ കളക്ടറേറ്റിന്റെ മുൻവശത്ത് നടക്കുന്നത്. ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ വളരെ പെട്ടെന്ന് ജലപീരങ്കി പ്രയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും ശക്തമായ പ്രതിഷേധവുമായി വന്നതും ഈ വാഹനത്തിന്റെ ജലപീരങ്കിയുടെ മുകളിലേക്ക് കയറുകയും ചെയ്തത്. ഏതായാലും നിലവിൽ ഇപ്പോഴും ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനും, അതായത് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്.